ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നീ ജീവിക്കേണ്ടത് നിനക്ക് വേണ്ടിയോ നിന്റെ മക്കൾക്ക് വേണ്ടിയോ? ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു ദമ്പതിമാര് കണ്ണീരോടെ പങ്കുവെച്ച ഒരു കാര്യം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല, പിന്നെ ആർക്ക് വേണ്ടി ജീവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് മക്കൾക്ക് വേണ്ടി. ഞങ്ങൾ ജീവിച്ചത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി. എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? അവർ പറഞ്ഞത് മക്കൾക്ക് ഞങ്ങളെ വേണ്ട, ഞങ്ങൾ ഏതാണ്ട് കരുവേപ്പില പോലെ. അവർക്ക് ഞങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്ന കാലത്ത് അവര് ഞങ്ങളെ പരിഗണിച്ചു. ഇപ്പൊ ഞങ്ങളെ അവർക്ക് വേണ്ട. ഇങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേ ഈ അപ്പൻ അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കും. നിന്റെ വളർത്തു ദോഷമാണ്, പിള്ളേരിങ്ങനെ ആയത് നിന്റെ വളർത്തു ദോഷം. ഉടനെ പുള്ളിക്കാരത്തിയുടെ സമാധാനത്തിന് തിരിച്ചു പറയും, നിങ്ങളുടെയല്ലേ വിത്ത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം കുറ്റപ്പെടുത്തുന്നു. മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് അവസാനം ഇങ്ങനത്തെ ഒരവസ്ഥയിൽ വന്നല്ലോ എന്നുള്ള ആ ഒരു സങ്കടവും നിരാശയും അതെല്ലാമാണ് അവരുടെ സംസാരത്തിൽ നിറഞ്ഞു നിന്നത്. നമുക്ക് ഈ സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് സ്വാർത്ഥമതികളായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ലോകം, ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി. അങ്ങനെ സ്വാർത്ഥതയിൽ, അതും കടുത്ത സ്വാർത്ഥതയിൽ വേണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, എക്സിസ്റ്റൻഷ്യൽ സ്കിസോഫ്രേനിയ. സ്കിസോഫ്രേനിയ ഒരു രോഗാവസ്ഥയാണ്. എക്സിസ്റ്റൻഷ്യൽ സ്കിസോഫ്രേനിയ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ നോക്കുമ്പോൾ മറ്റാരും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, മറ്റാരുമില്ല, അവർക്ക് പ്രസക്തിയില്ല. ഉദാഹരണത്തിന് വേണേൽ 5 പേരുള്ള ഒരു വീട്, 5 പേർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, പല ഐറ്റംസ് അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകാം, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരാൾ, അവരെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ അതിലേതോ ഒരു ഐറ്റം അവർക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ഐറ്റം അത് മുഴുവനായിട്ട് എടുത്ത് അവർക്ക് വേണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ അതിനാണ് എക്സിസ്റ്റൻഷ്യൽ സ്കിസോഫ്രേനിയ. മറ്റുള്ളവരുടെ കാര്യം ഐ ഡോണ്ട് കെയർ, അത് ഞാൻ ബോധർ ചെയ്യത്തില്ല. എൻ്റെ കാര്യം, എനിക്കിഷ്ടമുള്ളത് ഞാൻ എടുക്കും, എനിക്കിഷ്ടമുള്ളത് ഞാൻ കഴിക്കും, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കത്തില്ല. ഇത് കടുത്ത സ്വാർത്ഥതയാണ്. യാക്കോബ് 3-ാം അധ്യായം 16-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എവിടെ അസൂയയും സ്വാർത്ഥമോഹങ്ങളും ഉണ്ടോ അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ക്രമക്കേടുകളും മുളയെടുക്കും. വേണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ച ഒരു സംഭവം, ആ വീട്ടിൽ വഴക്കുണ്ടാകാൻ വേറെ എന്തെങ്കിലും വേണോ? ബാക്കി അംഗങ്ങൾ ഇതേക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവര് അതേ പിടിച്ചൊരു വഴക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതാണ് ക്രമക്കേട്, ദുഷ്കർമ്മങ്ങൾ മുളയെടുക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് ഏതാനും വചനങ്ങൾ കൂടി എടുക്കാം. അപ്പോൾ ഈ സ്വാർത്ഥമതികൾ, അതുമൂലം മറ്റുള്ളവർക്ക് വരാവുന്ന വിന അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് മാത്രമല്ല, നമുക്കും ഉണ്ടാകാം. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അബിമേലെക്ക് കടുത്ത സ്വാർത്ഥതയാൽ നയിക്കപ്പെട്ട ഒരു വ്യക്തി. അവൻ രാജാവാകാൻ വേണ്ടി ചെയ്തത് തൻ്റെ കുടുംബത്തിലെ വേണമെങ്കിൽ രാജാവാകാൻ സാധ്യതയുള്ള മറ്റു വ്യക്തികൾ അങ്ങനെ 70 പേരെ ഒരേ കല്ലിൽ വെച്ച് വധിച്ചവനാണ്, കൊന്നുകളഞ്ഞവനാണ്. അങ്ങനെയാണ് അവൻ രാജാവായിട്ട് വാഴിക്കപ്പെട്ടത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ഇതേ അധ്യായം തന്നെ വായിക്കുമ്പോൾ അവൻ്റെ അന്ത്യം പരിതാപകരമായിരുന്നു. അരകല്ലും വെള്ള കൊണ്ട് അവൻ്റെ തലയോട് ഇടിച്ചു പൊട്ടിച്ച് അവസാനം അവൻ ഞരങ്ങി അവൻ്റെ അംഗരക്ഷകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വന്ന് എൻ്റെ തല വെട്ടി മാറ്റുക. അങ്ങനെ ഒരു പരിതാപകരമായ അന്ത്യത്തിലേക്ക് പോയ വ്യക്തിയാണ് അബിമേലെക്ക് എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിൻ്റെ 20 മുതൽ വായിക്കുമ്പോൾ ഗഹസി, അത് എലീഷായുടെ ഒരു ശിഷ്യനാണ് ഗഹസി. സ്വാർത്ഥപരമായിട്ട് അവൻ ഒരു നീക്കം നടത്തി. എലീഷ സമ്മാനങ്ങളൊന്നും സ്വീകരിക്കില്ല എന്ന് നാമാന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു. പക്ഷേ ഗഹസി അവരുടെ പുറകെ ഓടി, ആ രഥത്തിൻ്റെ പിന്നാലെ ഓടി അവരിൽ നിന്നും സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന കാണാൻ പറ്റും. ഇനി അത് എവിടെയാണ് കൊണ്ട് എത്തിച്ചത് എന്ന് നമുക്കറിയാം. ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ എലീഷ പറഞ്ഞൊരു കാര്യം, നാമാനിൽ നിന്നും വിട്ടുപോയ ആ കുഷ്ഠരോഗം നിനക്കിരിക്കട്ടെ. കാരണം ഇവൻ സ്വാർത്ഥപരമായിട്ട്, അതും കടുത്ത സ്വാർത്ഥതയിൽ കാപഠ്യത്തിൽ പെരുമാറിയത് മൂലം അവനുണ്ടായ ഒരു നഷ്ടമാണ്, അവന് കിട്ടിയ ഒരു ശിക്ഷയാണ് എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ
നമുക്ക് കാണാൻ പറ്റും. സാവൂളിന്റെ സ്വാർത്ഥത, ഗിബെയോൻകാരോട് പ്രതികാരം വീട്ടുന്നത് കാണാൻ പറ്റും. യോശുവായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഒരു ഉടമ്പടി സ്ഥാപിച്ചിരുന്നതാണ് ഗിബെയോൻകാരുമായിട്ട്. അവരെ കൊന്നുകളയത്തില്ല, അവര് സൂത്രത്തിൽ നേടിയെടുത്ത ഒരവകാശമാണെങ്കിൽ പോലും നമ്മൾ കാണുന്നു സാവൂൾ അവരോട് പ്രതികാരം വീട്ടി. സൽഫലമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോകത്ത്, രാജ്യത്ത് കെടുതിയും പ്രശ്നങ്ങളും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. സാവൂളിന്റെ കുടുംബത്തിന് മേൽ രക്തപാതക കുറ്റമുണ്ട്. ഇവരെ കൊന്നതിൻ്റെ ആ ഒരു കുറ്റം അറിവുണ്ട്, പരിഹാരം ചെയ്യപ്പെടണം. നമുക്ക് 2 സാമുവേൽ 21 അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. സാവൂളിന്റെ കുടുംബത്തിൽ നിന്നും 7 പേരെ തൂക്കിലിട്ടു. അതിനുശേഷമാണ് ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ സ്വാർത്ഥപരമായി നീങ്ങിയപ്പോൾ അവൻ്റെ കുടുംബത്തിന് വന്ന അനർത്ഥം വളരെ വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 സാമുവേൽ 12 അധ്യായത്തിൽ നമ്മൾ കാണുക, സ്വാർത്ഥപരമായിട്ട് നീങ്ങിയ ദാവീദ് ഉറിയായുടെ ഭാര്യ ബത്ശബായിൽ അവൻ അഭിലാഷം തോന്നി, അവളെ പ്രാപിച്ചു. അവസാനം അവൻ്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഉറിയായെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് കാണാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുകയാണ്, അവൻ കാര്യം ബത്ശബായെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചെങ്കിലും അവൻ്റെ രക്തത്തിൽ നിന്നുണ്ടായ കുഞ്ഞിനെ കർത്താവിൻ്റെ പ്രഹരമേറ്റു. 7 ദിവസം ഉപവസിച്ച് നിലത്ത് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോലും ആ കുഞ്ഞ് മരിച്ചു. സ്വാർത്ഥതയ്ക്ക് അവൻ ശിക്ഷിക്കപ്പെട്ടതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. 2 സാമുവേൽ 12 അധ്യായം വായിക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുകയാണ്, ദാവീദിൻ്റെ ആ ഒരു സ്വാർത്ഥത അതുമൂലം സംഭവിച്ചത് ഉറിയ വധിക്കപ്പെട്ടു. ഇവൻ്റെ കുടുംബത്തിനും പ്രശ്നമുണ്ടായി, മറ്റൊരു കുടുംബത്തിൻ്റെ കുടുംബനാഥനാണ് അവിടെ വധിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 രാജാക്കന്മാർ 21 അധ്യായം അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ജെസബലിൻ്റെ സ്വാർത്ഥത. അവൾക്ക് കൊട്ടാരവും അതുപോലെ തന്നെ ഇഷ്ടം പോലെ സമ്പത്തും തോട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. എന്നാലും അവൾക്ക് നാബോത്തിന്റെ ആ മുന്തിരിത്തോട്ടം അവൾക്ക് വേണം. അങ്ങനെ സ്വാർത്ഥത അവളെ ഭരിച്ചപ്പോൾ അതുമൂലം സംഭവിച്ചത് നമുക്കറിയാം. നാബോത്ത്, അവിടെ നിരപരാധിയായ നാബോത്ത് വധിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാലും മതിയോ? സ്വാർത്ഥപരമായിട്ട് ജീവിക്കുന്നത് വളരെ അപകടകരം എന്ന് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. റോമാലേഖനം 5 അധ്യായം 7 വചനം, നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. അപ്പൊ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരെയും കിട്ടാൻ പാടാണ്. പക്ഷെ നമ്മൾ കാണുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചാലും പോരാ, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് അവസാനമായിട്ട് നമ്മൾ കാണുക, നമുക്ക് വേണ്ടി പീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത കർത്താവിന് വേണ്ടി ജീവിക്കണം. 2 കൊറിന്തോസ് 5 അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വചനഭാഗം ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി പാടുപീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തെങ്കിൽ ഇനി നമ്മൾ ജീവിക്കേണ്ടത് മക്കൾക്ക് വേണ്ടിയല്ല, നമ്മൾ ജീവിക്കേണ്ടത് നമ്മളെ പ്രണയിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, അതിനേക്കാളെല്ലാം നമ്മൾ ജീവിക്കേണ്ടത് കർത്താവിന് വേണ്ടി. കാരണം മറ്റാരും ഈ ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഈ ഒരു ബോധ്യത്തോടുകൂടി ഇനിയെങ്കിലും അർത്ഥവത്തായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കടുത്ത സ്വാർത്ഥമതികളായിട്ടുള്ള വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനും ലോകരക്ഷകനുമായ ദൈവമേ, ഈ നോമ്പുകാലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്തു നേടി എന്നരുൾ ചെയ്ത ദൈവമേ, ആത്മീയ നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ആത്മരക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിറവേറ്റി തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.